UN ജനറൽ അസംബ്ലിയിലും ലോകത്തിലെ പൊതുവേദികളിലും പാകിസ്ഥാന്റെ പ്രതിനിധികൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ചോദ്യമായിരുന്നു കാശ്മീർ. പ്രശാന്തമായിരുന്ന കാശ്മീരിന്റെ മണ്ണിലേക്ക് നിർലോഭം ഭീകരവാദികളെ അയച്ച് മതത്തിന്റെ പേരിൽ കൊലപാതക പരമ്പര സൃഷ്ടിച്ച നാളുകളായിരുന്നു കഴിഞ്ഞുപോയത്. കാശ്മീർ എപ്പോഴും ഭാരതത്തിന്റെ തലവേദനയായി നിലനിർത്തണമെന്ന് പാകിസ്ഥാനും ഒപ്പം ചൈനയ്ക്കും ആവശ്യമുണ്ടായിരുന്നത് രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ കാശ്മീരിൽ ഭീകരവാദം നടത്തിയിരുന്ന നിരവധി ഭീകരരെ വെടിവെച്ച് വീഴ്ത്തി. കല്ലേറുകാർക്കെതിരെ നടപടികൾ എടുത്തു. കാശ്മീരിന്റെ പ്രത്യേക പദവി നിലനിർത്താൻ ലക്ഷ്യബോധമില്ലാതെ മുൻ നേതാവ് എഴുതിവെച്ച ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമായി മാറി. ഇന്ന് അവിടെ വികസനത്തിന്റെ നാളുകൾക്കാണ് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. ഭാരതത്തിൽ നടന്ന ഡിമോണിറ്റൈസേഷന് ശേഷം ആകെ സാമ്പത്തികമായി തകർന്നു തുടങ്ങിയ പാകിസ്ഥാൻ പിന്നീട് വളരെ നേർത്ത ശബ്ദത്തിൽ മാത്രമേ അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീരിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. കാശ്മീരിന്റെ 53% മണ്ണും ഭാരതത്തിൻ്റെതാണ്. ജമ്മു കാശ്മീർ വാലി, ലഡാക്കിന്റെ വലിയൊരു ഭാഗം, സിയാച്ചിൻ ഗ്ലേസിയേഴ്സ് എന്ന വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കാശ്മീരിന്റെ ഒരു ഭാഗവും ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന ഭാഗവും ചേർന്ന് 30% പാകിസ്ഥാന്റെ അധീനതയിലാണ്. 15% അക്സായ് ചിൻ ചൈനയുടെ പക്കലും. POK എന്ന് വിളിക്കുന്ന പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് വ്യക്തമായ സന്ദേശങ്ങൾ നൽകുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇതിനു മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അവിടുത്തെ ജനങ്ങൾ ഭാരതത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. അത് അടുത്ത കാലത്തു തന്നെ സംഭവിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറയുകയുണ്ടായി. കാശ്മീരിൽ നടക്കുന്ന വൻ വികസന പദ്ധതികൾ POKയിലെ ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കുമെന്നും സൈനിക നടപടികളല്ലാതെ ആ ഭൂവിഭാഗം ഭാരതത്തിൻ്റെതായി മാറുമെന്നും പ്രതിരോധ മന്ത്രി തറപ്പിച്ചു പറഞ്ഞു. ശക്തമായ ഭരണകൂടത്തിന്റെ ധീരമായ നിലപാടുകളാണ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത്. ഭാരതത്തിന് നഷ്ടമാകുമെന്ന് കരുതിയിരുന്ന കാശ്മീരിൽ നിന്നും പാകിസ്ഥാന്റെ അധീനതയിലുള്ള കാശ്മീർ ഭാരതത്തിൻ്റെതാണെന്നും അതിന്റെ അവകാശികൾ ഭാരതമാണെന്നും ദൃഢതയോടെ തിരിച്ചു വിളിച്ചു പറയുവാൻ കഴിയുന്ന നേതൃത്വമാണ് ഈ രാജ്യത്തിന് വേണ്ടത്. അല്ലാതെ പട്ടാളക്കാരെ കല്ലെറിയുന്ന ഭീകരവാദികളുടെ കാൽതിരുമികളായ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ ബുദ്ധിജീവികളോ ആക്ടിവിസ്റ്റുകളോ അല്ല നമുക്ക് വേണ്ടത്. ജയ് ഹിന്ദ്.